ടോബി ജോൺസൺ കൂടി ചേരുന്നു. ടോബി, കൊല്ലത്തുനിന്നൊരു കൊലപാതകം നടത്തുന്നത് ഇന്നലെ രാത്രി 11 മണിയോടുകൂടി അർദ്ധരാത്രിക്ക് മുമ്പ് തന്നെ ആ പ്രതികളെ പലയിടങ്ങളിൽ നിന്ന് പോലീസ് പിടികൂടുന്നു. 4 പേർ ഈ കൃത്യത്തിൽ പ്രധാനമായും പങ്കാളികളായ 4 പേർ മുണ്ടക്കയത്ത് നിന്നാണ് പിടികൂടിയത്. ഇവരെ എവിടെ നിന്നാണ് പിടിയിലായത്? ഇവരെങ്ങനെ മുണ്ടക്കയത്തേക്ക് എത്തിയത്? ഇവിടെ അവർക്ക് ഏതെങ്കിലും ഹൈഡൌട്ടുകൾ ഉണ്ടായതായി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? സുഹൈല്, ഇന്നലെ ഈ സംഭവത്തിന് ശേഷം ഒരു വാഹനത്തിൽ ഒരു വെള്ള സ്വിഫ്റ്റ് കാറാണ്. ആ കാറിലാണ് ഈ 4 പേർ രക്ഷപ്പെട്ടത്. അവരുടെ ഉദ്ദേശം പോലീസ് പറയുന്നത് പ്രകാരം കോട്ടയം വഴി ഇടുക്കിയിലെത്തി ഇടുക്കിയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു. അതനുസരിച്ച് ഇന്നലെ രാത്രി തന്നെ അവർ കോട്ടയത്തേക്ക് തിരിച്ചു. ആ യാത്രയിൽ അത് കൃത്യമായി പോലീസിന് ആ ലീക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ചില CCTVകളിൽ നിന്ന് ഇവരുടെ വാഹനത്തിന്റെ നമ്പർ അടക്കം പോലീസിന് ലഭിക്കുന്നു. അങ്ങനെ ഇന്നലെ രാത്രിയിൽ വ്യാപക പരിശോധന ജില്ലാ അതിർത്തികൾ അടച്ചിട്ടുകൊണ്ടുള്ള ഒരു വ്യാപക പരിശോധന നടത്തി. ഏറ്റവും ഒടുവിലാണ് ഇവർ മുണ്ടക്കയം ഭാഗത്തേക്ക് എരുമേലി വഴി മുണ്ടക്കയം ഭാഗത്തേക്ക് എത്തുന്നത്. അവിടെ എത്തിയപ്പോൾ ആ ജില്ലാ അതിർത്തി കടന്ന് ഇടുക്കിയിലേക്ക് കടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെ വാഹനം ഉപേക്ഷിച്ച് ഇവർ ആ വാഹനത്തിൽ നിന്നും പോലീസ് പിന്നാലെ വരുന്നത് കണ്ട് ഇറങ്ങി ഓടുകയായിരുന്നു. അങ്ങനെ ഇറങ്ങി ഓടിയവർ അവിടെയുള്ള മുരിക്കുംപയിൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ സൈഡിലുള്ള ഒരു വീടിന്റെ പരിസരത്ത് ഒളിച്ചിരുന്നു. നാട്ടുകാരുമായി പോലീസ് സംസാരിച്ചതിനെ തുടർന്ന് നാട്ടുകാരുടെ സഹായം കൂടി ഈ പ്രതികളെ പിടിക്കാനുണ്ടായി. നാട്ടുകാർ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഒരു വീടിന്റെ സൈഡിലായിട്ട് ഈ 4 പ്രതികൾ നിൽക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ ഇവരെ പിടികൂടുകയായിരുന്നു. പോലീസും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 4 പ്രതികളെ പിടികൂടി കൊല്ലത്തേക്ക് തിരിച്ചു കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും VIPകൾക്ക് എസ്കോർട്ട് പോകുന്ന മട്ടിലാണ് ഗുണ്ടകൾ അതുലിനെ ഫോളോ ചെയ്തത്. ഓരോ പോയിന്റുകളിലും ആളെ വെച്ച് ഈ കാറിന്റെ മുമ്പിലും പിമ്പിലും ഓരോ കാറുകളായി യാത്ര നടത്തി കൃത്യമായി CCTV ഉള്ള ഒരു ഇടം എത്തിയപ്പോഴേക്കും വാഹനത്തെ ഇടിച്ചിട്ട് അവിടെ നിന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തി. 10 പേരാണ് പിടിയിലായത്. 10 പേരിൽ ഭൂരിഭാഗം പേരുടെയും പ്രായം 23ഉം 24ഉമാണ്. അതിനും അപ്പുറത്തേക്ക് ഓരോരുത്തർക്കും ഓരോ ഗുണ്ട പേരും ചാർത്തി കൊടുത്തിട്ടുണ്ട്. ഇത്തരക്കാരൊക്കെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത് പോലും നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ഗുണ്ടാവിളയാട്ടത്തിന് കാലാകാലത്തേക്ക് സമാപ്തി ഉണ്ടാകണം, സമാപനം ഉണ്ടാകണം. അതില്ലാതാക്കണം. ഗുണ്ടാവിളയാട്ടം ഇല്ലാത്ത കേരളം, അത് തന്നെയായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. മറ്റൊരു വാർത്തയിലേക്കാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.